സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മിക്കവാറും എല്ലാ മലയാള പത്രങ്ങളുടെയും ഒന്നാം പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്ത. അതായത് കറൻസി നിരോധിക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 1 മുതൽ ഡിജിറ്റൽ കറൻസി നടപ്പാക്കപ്പെടുകയാണ് രാജ്യത്ത്. ഫെബ്രുവരി 15 വരെ അത് മാറ്റിയെടുക്കാൻ സമയമുണ്ടാകും. അതിനുശേഷം ഇനി കറൻസി എന്ന് പറയുന്ന സമ്പ്രദായം നാട്ടിൽ ഉണ്ടാവുകയില്ല, എല്ലാം ഡിജിറ്റൽ കറൻസിയിൽ അധിഷ്ഠിതമായിരിക്കും എന്നാണ് വാർത്ത. ഈ വാർത്ത വായിച്ച് ഞെട്ടാത്തവർ ഉണ്ടാവുകയില്ല. അമ്പരന്ന് പോയി എല്ലാവർക്കും പരിഭ്രാന്തി ഉണ്ടായി. ചില്ലറ കറൻസിയൊക്കെ കൈവശം വെച്ചിരിക്കുന്ന എല്ലാവർക്കും വേവലാതി ഉണ്ടായി. പല ആളുകളും പത്രം ഓഫീസുകളിലേക്ക് വിളിച്ചു നോക്കി എന്നത് ശരിയാണ്. അപ്പോഴാണ് അറിയുന്നത് ഇത് വാർത്തയല്ല, പരസ്യമാണ്. അങ്ങനെ പരസ്യമാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? പരസ്യം ADVT അഡ്വർടൈസ്മെന്റ് എന്ന് അതിൻ്റെ അടിയിൽ എഴുതണം എന്ന് നിർബന്ധമാണ്. ഈ ഒന്നാം പേജ് പരസ്യത്തിൽ എവിടെയും അരിച്ചു പൊറുക്കി നോക്കിയാലും ഇതൊരു പരസ്യമാണ് എന്നതിന് സൂചന ഇല്ലായിരുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ വാർത്ത കൊടുക്കാൻ, ഇങ്ങനെ പരസ്യം കൊടുക്കാൻ പാടുണ്ടോ? വാർത്തയല്ല, പരസ്യമാണ് എന്ന് പറഞ്ഞാൽ തന്നെ പരസ്യം കൊടുക്കാൻ അനുവാദമുണ്ടോ? പരസ്യം പോലും സത്യസന്ധമായിരിക്കണ്ടേ? പരസ്യം നുണയാവാൻ പാടുണ്ടോ? ഇല്ലാത്ത സംഭവങ്ങളാവാൻ പാടുണ്ടോ? അതും ജനങ്ങളുടെ ജീവിതത്തെ ഒക്കെ ബാധിക്കുന്ന നോട്ട് നിരോധനം പോലുള്ള ഒരു നോട്ട് നിരോധനത്തിൻ്റെ പാരവശ്യങ്ങൾ അവസാനിച്ചിട്ടില്ലാത്ത ഒരു ജനതയ്ക്ക് മേൽ മറ്റൊരു നോട്ട് നിരോധനം കൂടി കൊണ്ടുവരുന്നോ എന്ന് ജനങ്ങൾ ശങ്കിച്ചുപോയി, ബേജാറായി. ആ ഒരവസ്ഥ പത്രങ്ങൾ സൃഷ്ടിക്കാൻ പാടുണ്ടോ? എന്തുകൊണ്ട് പത്രങ്ങൾ ഇത്രയ്ക്കും നിരുത്തരവാദപരമായി പെരുമാറുന്നു? ഇത് നോക്കാൻ എഡിറ്റർമാർക്കും അതുപോലെ അതിൻ്റെ മുകളിലുള്ളവർക്കോ താഴെയുള്ളവർക്കോ ഒന്നും ബാധ്യതയില്ലേ? ഒരാളും ഇത് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായില്ലേ? എന്തുകൊണ്ട് എല്ലാ പത്രങ്ങളിലും ഒരുപോലെ ഇത് വന്നു? എല്ലാ പത്രങ്ങളും കൂട്ടായി തീരുമാനിച്ചതാണോ ഇത്തരം ഒരു നുണ പ്രചരിപ്പിക്കണമെന്ന്? വേറെയും വാർത്തകൾ അതിലുണ്ട്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരസ്യമായിരുന്നു. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടർ അന്ന് ജാമായി എന്നാണ് കേട്ടത്. അവർക്ക് അത്രയേറെ എൻക്വയറി വന്നു, അവർക്ക് അത്രയേറെ ലാഭമുണ്ടായി. ഈ പരസ്യത്തിൻ്റെ 14 ഇരട്ടി പണം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അതൊക്കെ ശരിയാണ്. എങ്കിലും ഇത്തരത്തിലൊരു പരസ്യം കൊടുക്കാൻ പാടുണ്ടോ? ഇതിൽ പെയ്ഡ് ന്യൂസ് എന്ന് പറയും, കാരണം അത് അഡ്വർടൈസ്മെൻ്റ് ആണ് എന്ന് ആ വാർത്തയിൽ പറയുന്നില്ല. അപ്പോൾ അത് പെയ്ഡ് ന്യൂസാണ്. പെയ്ഡ് ന്യൂസിൻ്റെ ഈ പ്രക്രിയ, പെയ്ഡ് ന്യൂസ് പോലുള്ള സംരംഭങ്ങൾ ഇന്ത്യയിൽ 2009 തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. 2009 തെരഞ്ഞെടുപ്പിൽ ധാരാളം സ്ഥാനാർത്ഥികൾ ഇതുപോലുള്ള പെയ്ഡ് ന്യൂസ് കൊടുക്കുകയുണ്ടായി. അഥവാ ആ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും ഉജ്ജ്വലനായ സ്ഥാനാർത്ഥി എന്ന് വരുത്തി തീർക്കാൻ അതിൻ്റെ താഴെ പരസ്യമാണ് എന്ന് പറയാതെ വാർത്തകൾ കൊടുക്കുന്ന അതേ രൂപത്തിൽ പരസ്യം കൊടുത്തു. ഒരു വാർത്ത വായിക്കുന്ന അതേ രൂപത്തിൽ ആളുകൾ ആ പരസ്യം വായിക്കേണ്ടി വന്നു. ഇതിനെതിരെ പരാതി ഉണ്ടാവുകയും എഡിറ്റർമാർ പോലും പരാതിപ്പെടുകയും ചെയ്തു. അന്ന് പ്രസ് കൗൺസിലിന്റെ ചെയർമാൻ മാർക്കണ്ഡേയ കട്ജു, റിട്ടയർഡ് ജസ്റ്റിസ് മാർക്കണ്ഡേയ കട്ജു ആയിരുന്നു. അദ്ദേഹം അതിശക്തമായി അതിനെ എതിർക്കുകയും ആ പത്രങ്ങൾക്ക്, പരസ്യം നൽകിയ പത്രങ്ങൾക്കെല്ലാം നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വളരെ വൃത്തികെട്ട പത്രപ്രവർത്തന രീതി എന്നാണ് മാർക്കണ്ഡേയ കട്ജു ഇതിനെ വിശേഷിപ്പിച്ചത്. ആ വൃത്തികെട്ട പത്രപ്രവർത്തന രീതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കലും പാടില്ലാത്തതാണ്. പത്രങ്ങൾ ചിലരൊക്കെ പിറ്റേ ദിവസം ഒരു ബോക്സ് ഇട്ട് അതിൽ ഇത് പരസ്യം, ഇത് വാർത്തയല്ലായിരുന്നു, പരസ്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലും ഒരു കുമ്പസാരം നടക്കുന്നില്ല. അപ്പോൾ പോലും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നില്ല. ഇവിടെ 100% തെറ്റുപറ്റി എന്ന് പറയേണ്ടതും അത് തിരുത്തേണ്ടതും അതിൽ മാപ്പ് പറയേണ്ടതും ഒക്കെ യഥാർത്ഥത്തിൽ പത്രധർമ്മം പുലർത്തുന്നവരുടെ കടമയായിരുന്നു. ആ കടമ അവർ നിർവഹിക്കുകയുണ്ടായില്ല എന്ന് ഖേദപൂർവ്വം ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ.